വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നതിനാണ് ലൈവ് എത്തിയത്. ഇന്ന് രാമായണ മാസമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നാമധേയത്തില് മുഴുവൻ ഹിന്ദുക്കളും രാമായണ മാസം ആചരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അതിലും പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങള് മനഃപൂർവ്വം ഒരു വാർത്ത മൂടി വെക്കാൻ ശ്രമിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങള് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ മാധ്യമങ്ങൾ മറ്റു പല വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എം മണിയുടെ പിന്നെ തെറ്റായ വാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് ആന്റണി രാജു ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെങ്കില് ഇന്ത്യയുടെ മുഴുവൻ ഭാരതത്തിന്റെയും ജനാധിപത്യ സംവിധാനത്തിനെയും ഭാരതത്തിന്റെ സ്വത്വത്തെയും അതിലുപരി ഭാരതത്തിലെ ദേശീയ സമാജത്തെയും വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു രാജ്യദ്രോഹ പ്രവർത്തനത്തെ കുറിച്ച് വാർത്ത പുറത്തു വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ, ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട നാട് കേരളമായിരുന്നു. അങ്ങനെയുള്ള നാടായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ മനഃപൂർവ്വം മൂടിവെച്ചു. എന്താണ് ആ വിഷയം? നമ്മളെല്ലാവരും വാർത്തകൾ വായിച്ച് ജസ്റ്റ് വാർത്ത മാത്രം വായിച്ചു വിട്ട വിഷയമാണ് പലതും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, പോപ്പുലർ ഫ്രോഡുകൾ എന്ന് നമ്മൾ പറയും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFIയുടെ പ്രധാനപ്പെട്ട ചില കാര്യകർത്താക്കളെ പട്നയില് ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് തെളിവുകൾ കണ്ടെത്തി, അവരെ നിരീക്ഷിച്ച് തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആ വിവരങ്ങളാണ് ഒരുപക്ഷെങ്കില് ഭാരതം മുഴുവൻ ആ വിഷയത്തെക്കുറിച്ച് ഒരു പരിധിവരെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് മൂടിവെച്ചു. എന്തുകൊണ്ട് മൂടിവെച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉദ്ഭവം തന്നെ കേരളത്തിൽ നിന്നാണ്. അതാദ്യം സിമിയിൽ നിന്ന് മാറി NDFലേക്കും NDFൽ നിന്ന് മാറി പിന്നീട് പോപ്പുലർ ഫ്രണ്ടിലേക്കും കടന്നു വന്ന് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ന് ഭാരതത്തിൽ നടക്കുന്ന മിക്കവാറും എല്ലാ ദേശവിരുദ്ധ രാജ്യദ്രോഹ ഇസ്ലാമിക മതമൗലികവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തരത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വളർന്നത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നതും ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ഗൗരവമായി കാണേണ്ടിയിരുന്നതും ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിലെ സാമൂഹിക മണ്ഡലത്തില് ചർച്ച ചെയ്ത് ജനങ്ങളെ അറിയിക്കേണ്ടിയിരുന്നതും കേരളത്തിലെ മാധ്യമങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരുമായിരുന്നു. കാരണം അത്രയും വളരെ ഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് രാഷ്ട്രം കടന്നു പോകാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് ആ വിവരങ്ങളെ കുറിച്ച് അറിയുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് വിവരങ്ങൾ കിട്ടി. അതില് കേരളത്തിൽ നിന്ന് പോയി അവർക്ക് ആയുധ പരിശീലനം നൽകി എന്നുള്ള വിവരം കിട്ടി. നമ്പർ 1. പ്രധാനമന്ത്രിയെ വരെ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് ഈ ഗ്രൂപ്പ് ശ്രമിക്കുന്നതായിട്ടുള്ള സംശയം, അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടി. അതിനൊക്കെ അപ്പുറത്ത് അവരിൽ നിന്ന് ഒരു വിഷൻ ഡോക്യുമെന്റ് പോലീസ് പിടിച്ചെടുത്തു. ആ വിഷൻ ഡോക്യുമെന്റ് എന്നാണ്? കാലങ്ങളായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വളരെ കാമോഫ്ലാഷിംഗ് ആയിട്ട് എംപവറിംഗ് ഇന്ത്യ 2047 എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ആളുകളുടെ ഇടയിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഈ രാജ്യത്തെ വളരെ മര്യാദക്കാരായ ആൾക്കാരാണ്, ഞങ്ങള് ഈ രാജ്യത്തിനെ 2047 ആകുമ്പോഴേക്കും എംപവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പോപ്പുലർ ഫ്രണ്ട് ആദ്യം നടത്തിയ കോൺഫറൻസിന്റെ പേരും എംപവർ ഇന്ത്യ കോൺഫറൻസ് എന്നായിരുന്നു.
അതുകൊണ്ട് ഞങ്ങൾ ഭീകരവാദികളല്ല, മതമൗലികവാദികളല്ല, അരാജകവാദികളല്ല എന്നൊക്കെ പറയാൻ വേണ്ടി, എന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഡോക്യുമെന്റ് ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ആദ്യം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പലപ്പോഴും പബ്ലിക് ഡൊമൈനിലും വെബ്സൈറ്റിലും പല സ്ഥലത്തും ഒക്കെ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ പട്ന പോലീസ് പിടിച്ചെടുത്ത ഈ വിഷൻ ഡോക്യുമെന്റില് ഇന്റേണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന കേഡേഴ്സിന് അല്ലെങ്കിൽ ലീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിൽ എന്താണ് പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് എഴുതി. എന്താണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന്റെ പുറത്തുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള ഭാരതത്തില് 2047 ആകുമ്പോഴേക്കും ഇസ്ലാമിക് റൂള് തിരിച്ചു കൊണ്ടുവരണം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ലാമിക ഭരണത്തെ തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് ആ വിഷൻ ഡോക്യുമെന്റിന്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിരിക്കുന്നത്. അത് പറയുന്നത് 2047 എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ അവസാനവും ഇസ്ലാമിക ഭരണമുള്ള ഭാരതത്തിന്റെ ആരംഭവുമാണ് എന്നുള്ളതാണ് അവരുടെ വിഷൻ ഡോക്യുമെന്റിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നു, വി ഡ്രീം എ 2047 where political power has returned to Muslim community. 2047 പൊളിറ്റിക്കൽ പവർ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾ തിരികെ കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആ ടാർഗറ്റിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോ മോട്ടിവേഷണൽ ഫാക്ടർ എന്താണ്? ഭാരതത്തിലെ മെജോറിറ്റി എന്ന് പറയുന്നത് കവേർഡ്സ് ആണ്, ഭീരുക്കളാണ്. അതായത് ഭാരതത്തിലെ മെജോറിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ ഭീരുക്കളാണ്. ഒരു 10% മുസ്ലിങ്ങളെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള സംഘടനയുടെ കീഴിൽ അണിനിരന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഭീരുക്കളായ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇതും അവർ പറയുന്നു. കവേർഡ് മെജോറിറ്റി എന്നാണ് അവർ പറയുന്നത്. ഇതവർ ഇൻട്രൊഡക്ഷനിൽ പറയും. ഇതാണ് അവരുടെ മോട്ടിവേഷണൽ ഫാക്ടർ. അതുകൊണ്ട് PFI കേഡേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഈ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. അതായത് ഐസിസ് അൽ-ഖ്വയ്ദ പാറ്റേൺ, സെയിം ഐസിസ് അൽ-ഖ്വയ്ദ പാറ്റേൺ. അപ്പോ അള്ളാഹ് ഈ ലോകം ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും അതുകൊണ്ട് ഈ രാഷ്ട്രത്തെ ഇസ്ലാമിക് റൂളിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്നും അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഏത് വഴി സ്വീകരിക്കാമെന്നും കേഡേഴ്സിനെ പറഞ്ഞു മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഗൈഡ് ലൈൻ ആണ് ഈ ലീഡേഴ്സിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഈ ഇസ്ലാമിക് റൂളിൽ എത്തിച്ചേരേണ്ടത്. മാക്സിമം മുസ്ലിങ്ങളെ പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ അണിനിരത്തി ഐക്യത്തോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്പർ 1. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ സേഫ് അല്ല എന്നും മുസ്ലിം കമ്മ്യൂണിറ്റി അരക്ഷിതാവസ്ഥയിലാണ് എന്നും ഉള്ള പ്രൊപ്പഗണ്ട പ്രചരണം നടത്തി മുസ്ലിങ്ങളെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും ഇസ്ലാമിക് ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ആണ് അടുത്ത കാര്യം. അതുപോലെ ഇന്ത്യയുടെ നിലവിലുള്ള ഭരണഘടന അനുവദിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിച്ച്, അതൊരു ഭാഗം മാത്രമാണ്, ഉപയോഗിച്ച് ഇന്ത്യയുടെ ദേശീയ പതാക ഉപയോഗിച്ച് ഇന്ത്യയുടെ
ഭരണഘടന എഴുതിയ ബാലാസാഹബ് അംബേദ്കറുടെ ചിത്രം ഉപയോഗിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള സാമൂഹികമായ പരിഷ്കർത്താല കാര്യങ്ങൾ, ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൊണ്ടുവന്ന് നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവമായ ശ്രമം നടത്തണം. അതായത് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കണം. ഇപ്പം ആൾക്കാർ ചോദിക്കാറുണ്ട്, പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന മാർച്ചില്, പിന്നെ റൂട്ട് മാർച്ച് നടത്തുമ്പോൾ, ഫ്രീഡം പരേഡ് നടത്തുമ്പോൾ എന്തിനാണ് ഭാരതത്തിന്റെ ദേശീയ പതാക ഉപയോഗിക്കുന്നത്? അവരിതിനെ അംഗീകരിക്കുന്നവരല്ല, എന്നുള്ള സത്യമാണ്. പക്ഷെ അത് സമൂഹത്തിൽ അക്സെപ്റ്റൻസ് നേടാൻ വേണ്ടിയുള്ള ഒരു വഴി മാത്രമായിട്ട് ഉപയോഗിക്കാനാണ് അവർ ഈ ഗൈഡ് ലൈനിൽ എഴുതിയിരിക്കുന്നത്. അതാണ് അതിന്റെ ശരി. അംബേദ്കറുടെ ഫോട്ടോ ഉപയോഗിക്കാൻ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയണം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അവർ പറയുന്നുണ്ട്, നമ്മള് SC ST OBC കമ്മ്യൂണിറ്റികളെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള SC ST OBC കമ്മ്യൂണിറ്റികളെ മാറ്റി ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് നമ്മുടെ കൂടെ കൊണ്ടുവരണം. കാരണം നമുക്ക് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനുള്ള ടൂളുകളായിട്ട് ഉപയോഗിക്കേണ്ടവരാരാണ് എന്നും അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് ഹിന്ദു സമാജത്തിലുള്ള പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക സമുദായങ്ങളെ ഉപയോഗിച്ചാണ് വിഭജിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്നുണ്ട്. വിൽ ഇൻഫിൽട്രേറ്റ് ഇൻ ടു എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളിലും ജുഡീഷ്യറിയിലും സെക്യൂരിറ്റി ഫോഴ്സസിലും ഒക്കെ നമ്മൾ നുഴഞ്ഞു കയറണം. അതായത് അവിടെയെല്ലാം നമ്മൾ കയറി പറ്റണം എന്ന് പറയുകയാണ്, ഈ ഉദ്ദേശത്തോടു കൂടി തന്നെ. അപ്പൊ വളരെ ക്ലിയർ ആണ് ഈ വിഷയത്തിൽ, അവരുടെ ഉദ്ദേശങ്ങൾ വളരെ ക്ലിയർ ആണ്. അലയൻസ് വിത്ത് SC ST OBC ഫോർ വിന്നിങ് ഇലക്ഷൻസ്. ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടിയിട്ട് SC ST OBCയുമായിട്ട് അലയൻസ് ആവാം, അവരെ ഉപയോഗിക്കാം. അവരെ ഉപയോഗിച്ച് ഇലക്ഷൻ വിജയിച്ച പൊളിറ്റിക്കൽ പവറിനെയും 2047 ഇസ്ലാമിക് ഇന്ത്യ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ക്രിയേറ്റ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ RSS ആൻഡ് SC ST OBCs. അവര് കണ്ടെത്തിയിരിക്കുന്ന പ്രധാന കാര്യം, ഈ പ്രധാന തടസ്സം, ഇസ്ലാമിക് ഇന്ത്യ ഉണ്ടാക്കുന്നതിന് പ്രധാന തടസ്സം ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അഥവാ RSS ആണ്. അപ്പൊ അതുകൊണ്ട് RSSൽ നിന്നും പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ, അതായത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെ RSSൽ നിന്നും അടർത്തി മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. പിന്നെ അവർ പറയുന്നു ഫിസിക്കൽ ട്രെയിനിങ്, എക്സ്പ്ലോസീവ്സില് ആംസ് ട്രെയിനിങ്, ഇങ്ങനെയുള്ള ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കണം. നമ്മളെ എതിർക്കുന്ന ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് വന്നതിന് ശേഷം, അല്ലെ NDF വന്നതിന് ശേഷം 40ഓളം ഹിന്ദു സംഘടനാ പ്രവർത്തകരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടിപ്പെട്ട പ്രവർത്തകരെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ആളുകളെയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അവർ വളരെ ക്ലിയർ ആണ്. നമ്മൾ ഒരിക്കൽ പവറിൽ എത്തിക്കഴിഞ്ഞാൽ ആംഡ് ഫോഴ്സസിലായാലും എക്സിക്യൂട്ടീവിലായാലും ജുഡീഷ്യറിയിലായാലും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, അവരായിരിക്കണം ആ പവറിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവേണ്ടത്. കൂടാതെ ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിക് കൺട്രീസിന്റെ സഹായം നമ്മൾ തേടേണ്ടതാണ്. ഓൾറെഡി ടർക്കി പോലെയുള്ള ഇസ്ലാമിക, നമുക്കറിയാം ഹാഗിയ സോഫിയ വിഷയം പോലെ എല്ലാത്തിനെ ഇസ്ലാം ചിഹ്നത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വളരെ ഫെനറ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നയിക്കുന്ന രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ടർക്കി. അപ്പൊ ടർക്കി പോലെ രാജ്യങ്ങളുമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓൾറെഡി ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടൊന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. എപ്പോഴാണോ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആംസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് സംവിധാനങ്ങളെ ഉപയോഗിച്ചും അല്ലാതെയും ഹെൽത്ത് ട്രെയിനിങ്, ഹെൽത്തി പീപ്പിൾ ഹെൽത്തി നാഷൻ എന്നുള്ള ക്യാമ്പയിൻ വഴി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആളുകളെ ഫിസിക്കലായിട്ട് തയ്യാറാക്കാനും ഗവൺമെന്റ് സംവിധാനത്തിൽ നുഴഞ്ഞു കയറാനും ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നു. നമുക്കറിയാം കേരളത്തിലെ ഫയർഫോഴ്സ്
പോപ്പുലർ ഫ്രണ്ടിന് ട്രെയിനിങ് കൊടുത്തത്, പോപ്പുലർ ഫ്രണ്ട് ഫയർഫോഴ്സിനെ അതിനെ അപ്രോച്ച് ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും കേഡർമാര് ആംസ് ട്രെയിനിങ് ഉൾപ്പെടെ കിട്ടുകയും വെപ്പൺസ് സ്റ്റോക്ക് ചെയ്യുകയും ചെയ്തതിനു ശേഷം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു വലിയ ഫിസിക്കൽ വയലൻസിലേക്ക് പോകുന്നതിനും തടസ്സമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഈ രാഷ്ട്രത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ചെയ്യുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങളും തെറ്റല്ല. ഇവിടുത്തെ ഭരണഘടനയും സംവിധാനങ്ങളും മാറ്റേണ്ടതാണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ്ലാമിക് റൂൾ അനുസരിച്ചാണ് ഇപ്പോഴുള്ളതല്ല ഉണ്ടാവേണ്ടത് എന്നും അവരുടെ ഈ ഡോക്യുമെന്റിൽ പറയുന്നതായിട്ട് കാണുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും കാലം നമ്മളൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരു കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 15 വർഷമായിട്ട്, NDF കാലം മുതൽ തന്നെ 15-20 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഈ വിഷയം ഈ സമൂഹത്തിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ സിമിയുടെ ഉദ്ദേശവും തന്നെയായിരുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് സിമി നിരോധിക്കപ്പെട്ടപ്പോൾ NDF വന്നപ്പോഴും പല സ്ഥലത്തും തമിഴ്നാട്ടിൽ MNP ഉണ്ടാക്കിയപ്പോഴും കർണാടകത്തിൽ KFD ഉണ്ടാക്കിയപ്പോഴും ഈ സംഘടനകളൊക്കെ വന്ന സമയത്ത് അവര് പറഞ്ഞത് ഇത് വളരെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനകൾ എന്ന് പറഞ്ഞാണ് വന്നത്. പിന്നീട് അതും പതുക്കെ തീവ്രഭാവത്തിലേക്ക് പോയി. കാരണം അധിക ദിവസം ഈ സ്വത്വം ഇങ്ങനെ ഒളിച്ചു വെക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അവർ പഠിച്ച സ്കൂൾ ഓഫ് തോട്ട് അതാണ്. അപ്പൊ അവിടുന്നാണ് പിന്നീട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കി അതിലേക്ക് മുന്നോട്ട് വന്ന് ഒരു ഏകീകൃത സ്വഭാവം കൊടുത്ത്. പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയപ്പോഴും ഇവര് പറഞ്ഞത് നമ്മള് സമൂഹത്തിന്റെ ഭരണഘടനയ്ക്കകത്തുകൊണ്ട് പ്രവർത്തിക്കുക, ജനാധിപത്യ രീതി പ്രവർത്തിക്കുക, അതിനുവേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് SDPI. അതില് ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർ ജില്ലാ സെക്രട്ടറി ആക്കുക, അല്ലാത്ത മുസ്ലിങ്ങള് ജില്ലാ പ്രസിഡന്റ് ആവുക, അങ്ങനെ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി ദളിത് വിഭാഗത്തിനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് മരിച്ച സ്വർഗീയ ശ്രീനിവാസിന്റെ മരണത്തിന് വേണ്ടിയിട്ട് ആ കൊലപാതകത്തിലെ പ്രതികൾക്ക് SDPIയുടെ കേന്ദ്ര കമ്മിറ്റി അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പൈസ കൊടുക്കുന്നു. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതും ഇസ്ലാമിക റൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ്. സംഘടന ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടാണ്. ആയുധ പരിശീലനം കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. സേവനം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ദളിത് വിഭാഗങ്ങളുടെ പട്ടികവർഗങ്ങളുടെ കോളനികളിൽ പോയി അല്ലെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പാർട്ടിയിൽ ചേർക്കുന്നതും അവരെക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള സേവനം ചെയ്യുന്നതും ഒക്കെ ഇസ്ലാമിക റൂൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് സമൂഹത്തിന്റെ സ്വീകാര്യത പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇവര് ഭാരതത്തിന്റെ ദേശീയ പതാക ഉപയോഗിക്കുന്നത്, അംബേദ്കർജിയുടെ ഫോട്ടോ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവരുടെ ഗൈഡ് ലൈനിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്കും അതിന്റെ അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. ഇന്ന് ലക്നൌവിൽ നിന്ന് ഒരു അഭിഭാഷകനെ ബീഹാറിലെ പട്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഭാരതത്തിലെ സമസ്ത മേഖലകളിലും സാമൂഹിക, സാംസ്കാരിക, മാധ്യമ രംഗങ്ങളിലെല്ലാം വിദേശ രാജ്യങ്ങളുടെ സഹായം തേടിയിട്ട് അവരുടെ പണം, അവിടുന്നുള്ള പണം വാങ്ങിയിട്ട് ഈ രാഷ്ട്രത്തിനെ, ഇതിന്റെ സ്വത്വം, അതായത് ഹിന്ദുത്വ സ്വത്വമുള്ള ഈ രാഷ്ട്രത്തിനെ, മതേതര സ്വഭാവമുള്ള രാഷ്ട്രത്തിനെ ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കാണുന്ന പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കാണുന്ന അടയാളങ്ങളാണ് നമ്മളുടെ മുമ്പിൽ കാണുന്ന ഫ്രീഡം പരേഡ്, നമ്മുടെ മുമ്പിൽ കാണുന്ന റിഹാബ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, നമ്മുടെ മുമ്പിൽ കാണുന്ന SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ഇതെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ടൂളുകളാണ്. അതുപോലെ ഹിന്ദുക്കളിലുള്ള പിന്നോക്ക, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളെ ടൂളായി ഉപയോഗിച്ചുകൊണ്ട് വേണം ഇതിലേക്ക് എത്താൻ എന്നും പറയുന്നു. ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യണം, ഹിന്ദുക്കൾ പോലും മനസ്സിലാവാത്ത രീതിയിൽ അവരെ വിഭജിച്ചുകൊണ്ട് വേണം, അവരെ ഒരു ഭാഗത്തിന് കൂടെ നിർത്തിയിട്ട് വേണം അങ്ങനെ എത്താൻ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ അധികാരമെല്ലാം ഇസ്ലാമിക മതമൗലിക ചിന്തയുള്ള ആളുകളിലേക്ക് മാത്രം എത്തുക എന്നും പറയപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഭയാനകമായ ഒരു കാര്യമാണ്, എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം സിമി ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇത്രയും വലിയ നെറ്റ്വർക്ക് സിമി ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോയിരുന്നില്ല. അതിന്റെ
തുടക്കത്തിൽ നടത്തിയ ബോംബ് സ്ഫോടനങ്ങളും കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നത് കൊണ്ട് അവർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും നിരോധിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഉള്ളതും ഭീകരവാദ പ്രവർത്തനത്തിന് വളക്കൂറുള്ളതും ഭീകരവാദത്തിന് പരിശീലനം കൊടുക്കുന്നതും ഇതിന്റെ കോർഡിനേഷൻ നടത്തുന്നതും ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയതുമായ കേരളത്തിൽ, അങ്ങനെയുള്ള കേരളത്തില് ഒരു മാധ്യമങ്ങളും ഒരു രാഷ്ട്രീയ നേതാക്കളും ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകളും ഇത്രയും വലിയ ഒരു വിഷയം പുറത്തു വന്നിട്ട് അതിനെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാനോ ജനങ്ങളോട് ഈ വിഷയം ആശയവിനിമയം നടത്താനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാവുന്നില്ല. ചർച്ച ചെയ്യാൻ പോലും മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. ഇതിന്റെ കേസ് പോലെ എത്ര തരം താഴ്ന്ന കാര്യമാണെങ്കിലും ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്ന കാലഘട്ടമാണ്. പക്ഷേ മുഴുവൻ രാഷ്ട്രത്തിനെ ഇല്ലാതാക്കാൻ, ഈ രാഷ്ട്രത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ ഇല്ലാതാക്കാൻ, ഈ രാഷ്ട്രത്തിന്റെ ജുഡീഷ്യറി, സെക്യൂരിറ്റി ഫോഴ്സസിനെ, ആംഡ് ഫോഴ്സസിനെ, അതുപോലെ എക്സിക്യൂട്ടീവ് ബോഡിയിലും എല്ലാം നുഴഞ്ഞു കയറാൻ ഒക്കെ പ്ലാൻ തയ്യാറാക്കി ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആളുകളെ തെളിവ് സഹിതം പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം, അത് വാർത്ത പുറത്തു വന്നതിന് ശേഷം, ആ ഡോക്യുമെന്റ് ഭാഗങ്ങൾ പുറത്തു വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ, രാഷ്ട്രീയക്കാർ തയ്യാറാവുന്നില്ല എങ്കിൽ എവിടെയോ ഒരു വലിയ ആശങ്കയ്ക്ക് വകയുണ്ട്. കാരണം രാഷ്ട്രീയമായിട്ട് പലപ്പോഴും പല ആശയ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ, പരമാധികാരത്തിനെ, സുരക്ഷിതത്വത്തിനെ, ഈ രാഷ്ട്രത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒന്നിച്ചു നിൽക്കുക ചെയ്തത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് കണക്ട് ചെയ്ത് നിന്നിരുന്നു. പക്ഷെ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അതുണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു ആശങ്കയ്ക്ക് അടുത്ത്. ആ ആശങ്ക വളരെ 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 വലുതാണ്. കാരണം ഇവിടെ നിന്ന് പോയി പട്നയില് തീവ്രവാദികൾക്ക് ആയുധ പരിശീലനം കൊടുക്കുന്ന ആള് കേരളത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്ന് പറയുമ്പോൾ, കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുകാരനായ ഷാജഹാൻ സിറിയയിലെത്തി ISIൽ ചേരുകയും കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ISIസിൽ ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ, കേരളത്തിൽ നിന്ന് പോയ സിദ്ദിഖ് കാപ്പൻ UPയിലെ ഹത്രാസിൽ പോയി കലാപം ഉണ്ടാക്കുമ്പോൾ മലയാളികളായ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഡൽഹി കലാപത്തിൽ അടക്കം ബന്ധമുണ്ട് എന്ന് വാർത്തകൾ വരുമ്പോൾ, നമ്മുടെ വീടിന്റെ പരിസരത്ത്, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവരിൽ പലരും ഈ രാജ്യത്തിന്റെ പരമാധികാരം ഇല്ലാതാക്കാനും ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കാനും വേണ്ടി അണിയറയിൽ ആയുധങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള മതമൗലിക ആശയങ്ങൾ ഒരുക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ് എന്നുള്ള സത്യം നമ്മൾ അറിയുന്നില്ല. ഇത് നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ അറിഞ്ഞു വരുമ്പോഴേക്കും അവർ നമ്മുടെ വീടുകളുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ സാധാരണ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാത്ത ആളാണ്. പക്ഷെ ഈ രാഷ്ട്രത്തിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അത് 2047 ലക്ഷ്യം വെച്ചായാലും 2087 ലക്ഷ്യം വെച്ചായാലും എന്ത് ലക്ഷ്യം വെച്ചാലും രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ അവർക്കെതിരെ സംസാരിക്കേണ്ടതും അവരെക്കുറിച്ച് സമൂഹത്തിന് ജാഗ്രത ഉണ്ടാക്കേണ്ടതും അതിനെ പ്രതിരോധം തീർക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോ രാഷ്ട്രീയക്കാരും അവർക്ക് രാഷ്ട്രീയ ലാഭം പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് ആരും അതിനകത്ത് താല്പര്യമുള്ളവരായിരിക്കണമെന്നില്ല. റേറ്റിങ്ങിനെ പേടിച്ചോ, വോട്ട് ബാങ്കിനെ പേടിച്ചോ, പരസ്യത്തെ പേടിച്ചോ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. പക്ഷെ
ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന പൗരന്മാരെന്നുള്ള നിലയിൽ ഈ രാഷ്ട്രത്തിനെ ഒരു കാരണവശാലും ദേശവിരുദ്ധ ശക്തികൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളവരെന്നുള്ള നിലയിൽ ഈ രാഷ്ട്രത്തിനെ സിറിയയോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആയി മാറാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്ന പൂർവികരുടെ പിൻതലമുറക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിയാനും മറ്റുള്ളവരെ അറിയിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആട്ടിൻ തോലിട്ട ചെന്നായൻ, പോപ്പുലർ ഫ്രണ്ട് SDPI എന്ന് പറയുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായൻ. ഹിന്ദുക്കളെ വിഭജിച്ച് ഒരു വിഭാഗം ഹിന്ദുക്കളെ ഉപയോഗിച്ച് അവരെ കൂടെ നിർത്തി ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കലാണ് ലക്ഷ്യമെന്ന് എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റിൽ എഴുതി തയ്യാറാക്കിയ ഗൈഡ് ലൈനുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനം. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഭീകരവാദ ചിന്തയുള്ള ആളുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് അവർ പിന്മാറുക. നമ്മുടെ ആരുടെയെങ്കിലും അടുത്ത് എന്തിന്റെയെങ്കിലും പേരിൽ ഇങ്ങനെ ഈ ചിന്താഗതിയുള്ള ആളുകൾ രാഷ്ട്രത്തിനെ 2047 ആകുമ്പോഴേക്കും ഒരു ശരിയാ നിയമം അനുസരിച്ചുള്ള ഭരണഘടനയിലേക്ക് കൊണ്ടുവരണം എന്ന് നിശ്ചയിക്കുന്ന, ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഏതെങ്കിലും പ്രവർത്തകര് എന്ത് പ്രലോഭനം കൊണ്ടായാലും വരുമ്പോ നമ്മൾ അതിനെ മനസ്സിലാക്കുക, അവരെ ഒറ്റപ്പെടുത്തുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ രാഷ്ട്രത്തിൽ സ്ഥാനമില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാൻ നമ്മൾ തയ്യാറാണ്. രാഷ്ട്രീയക്കാർ അതിനുള്ള ആർജവം കാണിക്കണം. വോട്ട് ബാങ്കിന്റെയും പ്രീണനത്തിന്റെയും മാത്രം രാഷ്ട്രീയത്തിൽ നിന്ന് അവർ പുറത്തു വരണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ CPM പോലും ഏറ്റവും കൂടുതൽ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞ് പോസ്റ്റർ എഴുതുകയും ചുമരെഴുതുകയും കവലപ്രസംഗം ചെയ്യുന്ന CPM പോലും ഇങ്ങനെയുള്ള മതമൗലികവാദികളുടെ സ്വാധീന വലയത്തിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് വളരെ അപകടകരമാണ്. രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും സമൂഹത്തിലെ സാംസ്കാരിക നായകന്മാരും ഒപ്പീനിയൻ മേക്കേഴ്സും ഒക്കെ ആരും ആയിക്കോട്ടെ, ഇവരാരും യഥാർത്ഥ സത്യത്തിനെ വിളിച്ചു പറയാൻ തയ്യാറല്ലെങ്കിൽ, അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ലെങ്കിൽ, അത് ജനങ്ങളെ അറിയിക്കാൻ തയ്യാറല്ലെങ്കിൽ അതിന്റെ അർത്ഥം വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ ഓൾറെഡി പോയി കഴിഞ്ഞു. ആ അപകട നിലയിൽ നിന്നും ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാമായണ മാസത്തിന്റെ ആരംഭമാണ്. രാമൻ ധർമ്മം ആചരിക്കാൻ നമുക്ക് കാണിച്ചു തന്ന ആളാണ്, മര്യാദാ പുരുഷോത്തമനാണ്. എന്താണ് ധർമ്മം എന്ന് നമ്മളെ കാണിച്ചു തന്ന ആളാണ്. അതേപോലെ ധർമ്മം സംരക്ഷിക്കാൻ, അത് 10 തലയുള്ള രാവണനെ ആണെങ്കിലും 10 തലയും വെട്ടിയെടുത്തായാലും അധർമ്മയെ ഇല്ലാതാക്കി ധർമ്മം സംരക്ഷിക്കണമെന്നും കൂടെ നമുക്ക് കാണിച്ചു തന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന SDPI പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആട്ടും തോലിട്ട ചെന്നായ്ക്കൾ ഈ രാഷ്ട്രത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വളരെ തന്ത്രപരമായിട്ട് ചിരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളുടെയും പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ഈ ആളുകളെ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം. ഈ ശ്രമത്തിനെതിരെയുള്ള പ്രതിരോധം നമ്മൾ ഉയർത്തണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണം എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും ഒരു രാമായണ ദിന ആശംസകളും കൂടെ പറയുന്നു. ഒറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ഇതിനെ നിരോധിച്ചത് കൊണ്ട്, ഇപ്പൊ കേന്ദ്ര സർക്കാർ നിരോധിക്കണമെന്ന് ആൾക്കാർ പറയുന്നു, നിരോധിക്കാൻ സർക്കാർ നടപടി എടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിനെ നിരോധിച്ചത് കൊണ്ട് ഈ പ്രശ്നം തീരില്ല. കാരണം സിമി നിരോധിച്ചതാണ്, NDF നിരോധനം പേടിച്ച് നിർത്തിയതാണ്, അവിടുന്ന് ISS നിരോധിച്ചതാണ്. ഇപ്പം പോപ്പുലർ ഫ്രണ്ടിലേക്ക് വരുമ്പോ നിരോധനം കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ പറ്റൂല. ഈ ചിന്താഗതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഈ സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും ഭരണാധികാരികൾക്കും ചെയ്യാൻ പറ്റുന്നത്, ആ ചിന്താഗതി ഇല്ലാതാക്കലാണ്. അസഹിഷ്ണുത പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഈ ആളുകളെ മുക്തരാക്കുന്നതിന് എന്താണ് വഴി എന്ന് മാത്രം ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ.
നിരോധനം ഒരു താൽക്കാലിക സംഭവമാണ്. വേറെ പേരിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ രംഗത്ത് വരും. എന്നിട്ട് വീണ്ടും അവർ ഇതേ കാര്യം തന്നെ ചെയ്യും. അപ്പൊ ഈ ചിന്താഗതിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കലാണ് അതിന്റെ പരിഹാരം എന്ന് മാത്രം പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. ജയ് ഹിന്ദ്.